UPHCകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വരിക. അവർക്ക് മികച്ച ചികിത്സ ഒരുക്കുക എന്നുള്ളത്, ഏറ്റവും ആധുനിക ചികിത്സ ഒരുക്കുക എന്നുള്ളതും ഈ കൗൺസിലിൻ്റെ ഒരു പ്രത്യേക താല്പര്യമാണ്. ഇത്തരം UPHCകളുടെ സേവനങ്ങൾ അത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടതും. വളരെ പാവപ്പെട്ട ആളുകൾക്ക് നല്ല സഹായമാണിത്. 100% ഉഷാറാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അവാർഡ് നേട്ടം തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എരവിമംഗലം ഹെൽത്ത് സെന്ററിന് സംസ്ഥാന സർക്കാരിന്റെ കായകൽപ അവാർഡ്. ഇത് 2ാം തവണയാണ് കായകൽപ അവാർഡിന് ഹെൽത്ത് സെന്റർ അർഹമാകുന്നത്. വെൽനസ് സെന്ററുകളും പോളിക്ലിനിക്കുകളുമായി ആരോഗ്യമേഖലയിൽ കുതിപ്പ് തുടരുന്ന പെരിന്തൽമണ്ണ നഗരസഭ വീണ്ടും അവാർഡ് നേട്ടത്തിന്റെ തിളക്കത്തിൽ. നഗരസഭയ്ക്ക് കീഴിൽ എരവിമംഗലത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെന്റർ സംസ്ഥാന സർക്കാരിന്റെ കായകൽപ് അവാർഡ് നേടിയാണ് നഗരസഭ അവാർഡ് നേട്ടം തുടരുന്നത്. ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് കായകൽപ്. നഗര കുടുംബാരോഗ്യ കേന്ദ്രം വിഭാഗത്തിൽ 90.8% മാർക്ക് നേടിയാണ് എരവിമംഗലം ഹെൽത്ത് സെന്റർ കായകൽപ് അവാർഡിന് അർഹമായത്. 2ാം തവണയാണ് ഹെൽത്ത് സെന്റർ അവാർഡ് കൈവരിക്കുന്നത്. ഒരു പ്രദേശത്തെ ആളുകളുടെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നത് ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ്. ദിനംപ്രതി 250-ലധികം ആളുകളാണ് എരവിമംഗലം ഹെൽത്ത് സെന്ററിലേക്ക് ചികിത്സ തേടിയെത്തുന്നത്. പ്രതിവർഷം 2 ലക്ഷം രൂപയോളം ഹെൽത്ത് സെന്ററിന്റെ നടത്തിപ്പിനായി അവാർഡിലൂടെ ലഭ്യമാകും. ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ പ്രയത്നമാണ് അവാർഡ് നേട്ടത്തിന് പുറകിലെന്നും അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. തുടർച്ചയായിട്ട് 3ാം തവണയും നമ്മുടെ എരവിമംഗലം UPHCക്ക് കായകൽപ അവാർഡ് ലഭ്യമായിരിക്കുകയാണ്. നമ്മൾ വന്ന തുടക്കത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കായകൽപ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവാർഡുകളും പ്രഖ്യാപിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് നടന്ന മുഴുവൻ കായകൽപ അസസ്മെൻറ്റിൽ ജില്ലയിൽ 1ാം സ്ഥാനം നമ്മളെ പെരിന്തൽമണ്ണയിലെ പെരിന്തൽമണ്ണ നഗരസഭയിലെ എരവിമംഗലം UPHCക്കാണ് ലഭിച്ചത് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു UPHC എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ആളുകളുടെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ള കേന്ദ്രമാണ്. അങ്ങനെ നമ്മുടെ UPHCയിൽ ഒരു ദിവസം 140-ലധികം ആളുകൾ അവരുടെ പ്രാഥമിക ചികിത്സക്കായി ദിവസേന എന്നോണം എത്തുന്നത്. അത് ഉറപ്പുവരുത്തുന്നു, അവർക്ക് മാന്യമായ ചികിത്സ ലഭിക്കുന്നു, നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണത്. തീർച്ചയായിട്ടും അവിടുത്തെ ടീം, ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം നടത്തിയിട്ടുള്ളൊരു എഫർട്ട് കൂടി അതിനുണ്ട്. അതിന് മികച്ച പിന്തുണ നഗരസഭ നൽകി എന്നുള്ളതാണ്. നഗരസഭ ഇങ്ങനെ പിന്തുണ നൽകാൻ ഇത്തരം UPHCകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വരിക. അവർക്ക് മികച്ച ചികിത്സ ഒരുക്കുക എന്നുള്ളത്, ഏറ്റവും ആധുനിക ചികിത്സ ഒരുക്കുക എന്നുള്ളതും ഈ കൗൺസിലിൻ്റെ ഒരു പ്രത്യേക താല്പര്യമാണ്. അവരുടെ കൂടെയാണ് കൗൺസിൽ എന്നുള്ളത് തെളിയിക്കുന്ന കൂടിയാണ് ഈ സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അവാർഡുകളും. വീണ്ടും അവാർഡ് സ്വന്തമാക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഹെൽത്ത് സെന്റർ ജീവനക്കാർ. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മുടെ ഹോസ്പിറ്റലിന് ഇത്തരം ഒരു അവാർഡ് സംസ്ഥാന തലത്തിൽ കിട്ടുന്നത്. ഇതിനു മുന്നേ നാഷണൽ തലത്തിൽ നമുക്ക് NQS അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കായകൽപ്പം കഴിഞ്ഞ തവണ മെൻഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് ജില്ലയിൽ തന്നെ 1ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ജില്ലയിലുള്ള UPHCകളിൽ ഏറ്റവും നല്ല സേവനം നൽകുന്ന ഹോസ്പിറ്റലാണ് നമ്മുടെ UPHC. ഏകദേശം ഒരു ദിവസം 200ഓളം രോഗികൾ വന്ന് ചികിത്സ നേടുന്നുണ്ട്. അതുപോലെ അവർക്കുള്ള മരുന്നുകളും മറ്റ് ലാബ് സൗകര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 1 രൂപ പോലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കുന്നില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള മികച്ച സേവനം നൽകുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ളത്. ഇത്തരം UPHCകളുടെ സേവനങ്ങൾ അത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടതും. ആ ഒരു തലത്തിൽ നമ്മൾ കൊടുക്കുന്ന സേവനത്തിന് എത്രയും നല്ലൊരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതുപോലെ ഇനിയും കൂടുതൽ ആളുകളെ സേവിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇത്തരം അവാർഡുകൾ. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ രോഗികൾക്കും വാക്കുകളേറെ. നല്ല രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗികൾക്ക് നല്ല സേവനമാണ്. മാത്രമല്ല ഒരു 98-ൽ കൂടുതൽ ശതമാനം മാർക്കുകൾ കൂടെ നമ്മളെ ഈ ഹെൽത്ത് സെൻറ്റർ എരവിമംഗലത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് സെൻറ്റർ ഇപ്പോഴും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സേവനമാണ്. എല്ലാ പാവങ്ങൾക്കും ഉള്ളൊരു സഹായം തന്നെയാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളരെ പാവപ്പെട്ട ആളുകൾക്ക് നല്ല സഹായമാണിത്. എല്ലാ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ല ഗുണമാണ്. എല്ലാ രീതിയിലുള്ള സേവനങ്ങളാണ് നൽകുന്നത്. നല്ല പെരുമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നല്ലൊരു വൃത്തി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ശുചിത്വം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് നമ്മളിതുവരെ കണ്ടുവച്ച നല്ലൊരു സർവീസ് കൂടിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 100% ഉഷാറാണ്. ഒരു കുഴപ്പമില്ല.
വല്ല ഒരുപാട് കാലമായിട്ട് നമ്മളെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇവിടെ വരലുണ്ട്. ഷുഗർ നോക്കാനും പ്രഷർ നോക്കാനും ഒക്കെ ഉള്ള കണ്ടീഷനാണ്. അവാർഡ് കിട്ടിയതിൽ സന്തോഷം. ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ നല്ല രീതിയിലാണ് ഇവിടെ പെരുമാറുന്നതും ഒക്കെ നല്ല രീതിയിലാണ് പ്രവർത്തനവും കാര്യങ്ങളൊക്കെ പോണത്. ഞങ്ങളെന്നും ഇങ്ങോട്ട് തന്നെ വരല്. ഗവൺമെൻറ്റിൽ പോയാൽ നല്ല തിരക്കാവും. ഇവിടെ വന്ന് പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് പോവാം. നല്ല മരുന്നും ഒക്കെ ഇവിടെ തന്നെ കിട്ടും. നമ്മൾ വരാറുണ്ട് ഇവിടെ എപ്പോഴും. കുട്ടികൾക്ക് അസുഖം ഉണ്ടാകുമ്പോഴൊക്കെ വരും. കുഴപ്പമില്ല, നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നോർമലാകുന്നുണ്ട് കുട്ടികളുടെ അസുഖവും കാര്യങ്ങളൊക്കെ. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വരും. കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല ഡോക്ടർമാരും കുഴപ്പമില്ല. രാജ്യത്തെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന NQAS അവാർഡ് 2 തവണയും കൂടാതെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നയിക്കുന്ന KSH അംഗീകാരം 2023 കായകൽപ അവാർഡിന്റെ ഭാഗമായുള്ള കമന്റേഷൻ പുരസ്കാരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ എരവിമംഗലം ഹെൽത്ത് സെന്ററിന് ലഭിച്ചിരുന്നു. മെഡിക്കൽ ഓഫീസർ, ജനറൽ ഡോക്ടർ, ദന്ത ഡോക്ടർ, കുട്ടികളുടെ ഡോക്ടർ, ഗൈനക് വിഭാഗം, 2 ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനവും എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച കാഴ്ച പരിശോധന, ലാബ് സൗകര്യം, മരുന്ന്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ നിലവിൽ ഹെൽത്ത് സെന്ററിൽ ലഭ്യമാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സെന്ററിന്റെ പ്രവർത്തന സമയം. സാധാരണക്കാരായ രോഗികൾക്ക് ആധുനിക ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നഗരസഭാ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇത്തരത്തിലുള്ള ഓരോ അവാർഡുകളും. ചാനൽ 10 പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BCom Finance, Co-operation, Computer Application, Banking and Insurance, BBA, BA Economics, BA English, BCA, BSc Artificial Intelligence, MCom, MA English തുടങ്ങിയ 9 UG കോഴ്സുകളും 2 PG കോഴ്സുകളുമായി ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു. മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം. ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പൊന്നിയാകുറിശി, പെരിന്തൽമണ്ണ.